ബി ഡി സതീശൻ മാമൻ സോറി വി ഡി സതീശൻ മാമൻ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് തകർക്കുന്നത് കണ്ടേ. തന്ത്രി സ്വർണ്ണക്കൊള്ളക്കേസിലെ അയ്യോ പാവം തന്ത്രി കണ്ടില്ലായോ? ആ പാവം വെറുതെ കിടന്നില്ലേ 10-40 ദിവസം, തെളിവൊന്നും ഇല്ലല്ലോ, പാവം മനുഷ്യൻ എന്തോരം അനുഭവിച്ചു എന്നൊക്കെ വി ഡി മാമൻ പറയുന്ന കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരൊറ്റ ചോദ്യം എന്നുള്ളൂ. വി ഡി മാമ, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയാമോ? 3 കേസൊക്കെ വന്നായിരുന്നു. അതിൽ 2 കേസ് എന്താണെങ്കിലും തള്ളിപ്പോവും. ജാമ്യത്തിന് പുള്ളി പുറത്തുകൊണ്ടേ 2 കേസ് എന്താണെങ്കിലും തള്ളിപ്പോവും. സുപ്രീം കോടതി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. വി ഡി മാമൻ അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല. അങ്ങനെ നിങ്ങളുടെ കൂടെ നിന്ന നിങ്ങളുടെ പാർട്ടിയിലെ ഒരുത്തനെ അയാൾക്കെതിരെ ഒരു കേസ് 3 കേസ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ സത്യാവസ്ഥയൊന്നും ചകഞ്ഞു നോക്കാൻ നിൽക്കാതെ ആദ്യമേ എടുത്തങ്ങ് പുറത്ത് തള്ളി. ഈ താങ്കൾക്കൊക്കെ തന്ത്രിയെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് യോഗ്യതയാണ് എൻ്റെ വി ഡി മാമോ ഉള്ളത്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഒരു പാവം വോട്ട് കുത്തുന്ന മണ്ടൻ ചോദിക്കുന്നതായിട്ട് അങ്ങ് കണ്ടാൽ മതി. എങ്ങനെ പറ്റുന്നു? വി ഡി മാമ, നിങ്ങളുടെ പാർട്ടിയിലെ ഒരു കുറവ് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല. സ്വന്തം കാര്യം അതിന് കൂടെ നിൽക്കുന്നവനെ തള്ളി അങ്ങോട്ട് പുറത്തേക്ക് ഇട്ടിട്ട് ജനങ്ങളുടെ കയ്യടി മേടിക്കാൻ പറ്റിയ അത് ചെയ്യും നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടാത്തത്. ഉള്ള കാര്യം പറയാലോ. എനിക്ക് തോന്നിയതാ ഈ കുഞ്ഞു തലയ്ക്കകത്ത് ഒരു മിന്നായം പോലെ തോന്നിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നു പോകുന്നത്. നിങ്ങളുടെ പാർട്ടിയെ സത്യം പറഞ്ഞാൽ നയിക്കാൻ കരുത്തറ്റ ഒരു നേതാവ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിടികിട്ടിയോ? നിങ്ങൾ അങ്ങനെ ഒരു കരുത്തുറ്റ നേതാവായിട്ട് അങ്ങ് മാറണമെന്ന് സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ അതിന് ആദ്യമേ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ പഠിക്കണം. ആ രാഹുലിനെതിരെ വന്ന കേസ് തെളിയുകയാണെങ്കിൽ അവനെ തട്ടി പുറത്താക്കുന്നതിനകത്ത് ഓക്കെ ന്യായമുണ്ട്. ഇത് ഒന്നുമില്ല. അതിന് മുമ്പേ വിട്ടോ നീ അവൻ പാർട്ടിക്കാരൻ, അവൻ നമ്മുടെ കൂടത്തിലേ ഇല്ല, ഇനി നമുക്കറിയത്തില്ല അവൻ്റെ കാര്യം എന്ന് പറഞ്ഞൊഴിയുന്ന താനൊക്കെ ബിഡിമമ്മ കഷ്ടമുണ്ട് കേട്ടോ, കഷ്ടം. ഇത് കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അതിനെപ്പറ്റി വ്യക്തമായിട്ട് വൃത്തിക്ക് പറഞ്ഞു തരാം. അതുകൂടാതെ വേറൊരു കാര്യം കൂടെ നമുക്കിന്ന് ചർച്ച ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബിഡിമമ്മ, ഈ തന്ത്രിമാമനെങ്ങാനും ഇനി എന്തെങ്കിലും മുഖ്യനകത്തൊന്നും വല്ലതും കിട്ടിയാ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. പോട്ടെ, നമുക്ക് വി ഡി മാമനെ പുറകെ എടുക്കാം. എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു ചേച്ചി 5 വർഷമായിട്ട് ആ ചേച്ചി അവരുടെ വയറ്റിൽ, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, മെയിൻ സ്ട്രീം ചാനൽസിൻ്റെയൊക്കെ മെയിൻ വാർത്തയായിരുന്നു, ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മകനെ കാണുന്നു, ഇന്നലെയൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുടെ മകനെ കാണുന്നു, ഡോക്ടേഴ്സിനെ കാണുന്നു. ഓപ്പറേറ്റ് ചെയ്ത് ഡോക്ടർ നൈസായിട്ട് അങ്ങ് കയ്യൂരി. അയ്യോ, ആ പാവം ചേച്ചി 5 വർഷമായിട്ട് അവരുടെ വയറ്റിനകത്ത് ആ കത്രികയും കൊണ്ടാണ് നടക്കുന്നത്. അവർക്കിപ്പം മറ്റേ മൂത്രത്തിൽ കല്ലോ സംതിങ് അങ്ങനെ എന്തോ ഉണ്ട്. അതിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടവർ എക്സ്റേ ഒക്കെ എടുത്തപ്പോഴാണ് ഈ സാധനം കാണുന്നത്, അകത്തിങ്ങനെ ഇരിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് അവരെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ പറയുന്നത് എനിക്കൊന്നും അറിയാൻ പാടില്ല. ആ നേഴ്സ് അവൾ കള്ളി, അവൾക്ക് ബോധമൊന്നുമില്ല, അവളത് എല്ലാം കറക്റ്റായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി നോക്കി മാറ്റി വെക്കേണ്ടതായിരുന്നു. സിസറും കാര്യങ്ങളും ഒക്കെ അവൾ ചെയ്തില്ല. എന്നാൽ ഈ പറയുമ്പം ഒരു കാര്യം ആലോചിക്കണം, ഇതിനകത്ത് വെച്ചതാരാ? തന്നെ ഇത് മറ്റേ നടന്നു വന്ന് കയറി ഇരുന്നതാണോ ആ ചേച്ചിയുടെ വയറ്റിനകത്ത്? ആണോ? അല്ലല്ലോ, നിങ്ങൾ തന്നെ വെച്ചതല്ലേ? എന്നിട്ട് ആ നേഴ്സിന്റെ തലയിടുന്നു. ഇതിനെക്കാട്ടിലൊക്കെ വേറെ ഗംഭീര ഒരു കാര്യമുണ്ട്. ഇവർ രണ്ടുപേരും അല്ല, ഈ നേഴ്സും ഈ ഡോക്ടറും അല്ല, ഈ ഡോക്ടറിനെയൊക്കെ മേളിലിരിക്കുന്ന ഒരു ഹെഡ് ഉണ്ട്. അയ്യോ, അവരുടെ വർത്താനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചത്, ഇവരുടെ കുഞ്ഞിനോ ഇവരുടെ കുഞ്ഞിൻ്റെ കുഞ്ഞിനോ ഒക്കെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇവർ ഇത്രയും കൂളായിട്ട് നിന്നങ്ങ് പറയുമോ? 5 വർഷമായി, അതൊന്നും ഒരു പ്രശ്നമേ അല്ല, അത് എത്ര വർഷം വരുന്നതിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന്. എങ്ങനെ പറ്റും ഇങ്ങനെയൊക്കെ പറയാൻ? എന്താണെങ്കിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യമേ നമുക്ക് പോകേണ്ടത് നമ്മുടെ വി ഡി സതീശൻ മാമന്റെ ഒരു നാണോ മാനോ ഇല്ലാത്ത കുറച്ച് വർത്താനങ്ങളിലേക്ക് നമുക്ക് പോവാം, എന്നിട്ട് ബാക്കി. ശബരിമല തന്ത്രിക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി നൽകിയ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ജനുവരി 11-ാം തീയതി ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം എന്താണ്
എന്ന് വ്യക്തമായി പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത SITക്കുണ്ട്. പറഞ്ഞില്ലേ, ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ അത് വിശദമായി പറയുന്നില്ല. മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും, മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും, തന്ത്രിയെ അറസ്റ്റ് ചെയ്താലും, മുൻ മന്ത്രിയെയും മുൻ തന്ത്രിയെയും ഒക്കെ മമ്മൻ പറയുന്ന പോലെ റിമാൻഡ് റിപ്പോർട്ടിനകത്തെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയായില്ല എന്ന് സാറ് പറയുന്നുണ്ടല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റിമാൻഡ് റിപ്പോർട്ടിനകത്തുള്ള കാര്യങ്ങൾ എല്ലാം ശരിയായിരുന്നെങ്കിൽ നകത്ത് കിടക്കത്തില്ലായിരുന്നു ആ പുള്ളി. എന്തേ സ്വന്തം കൂടെ നിന്നൊരുത്തന്റെ റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് അത്ര വ്യക്തത എന്തെങ്കിലും വാങ്ങയാവട്ടെ, എന്താ ഒരു താല്പര്യം ഇല്ലാഞ്ഞേ? അവൻ വളർന്നു വന്നാൽ നമ്മളൊക്കെ താഴെ പോകും എന്നുള്ളൊരു ഭയം കാരണമാണോ VD സതീശൻ ചേട്ടാ? ആണോ സതീശൻ ചേട്ടാ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇച്ചിരി നാൺ കേട്ടോ, നാൺ. ബാക്കി കേൾക്കാം. എന്ത് കാരണത്തിന്റെ പേരിലാണ് അവർക്ക് എന്ത് പങ്കാളിത്തമാണ് അതിനകത്തുള്ളത് എന്ന് പറയണം എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനുവരി 11 നിങ്ങളുടെ കയ്യിലൊക്കെ ലൈബ്രറിയിൽ കാണുമല്ലോ. അത് ജനുവരി 11 ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പൊ കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അത് കുറെ കൂടി വിശാലമായി പറഞ്ഞിരിക്കുന്നു. ഒരു തെളിവും ഇല്ലാതെ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. SIT പറയണം. VD സതീശൻ മാമൻ ആ ചോദിക്കുന്ന കറക്റ്റാ. SIT പറയണം. അതുപോലെ തന്നെ VD സതീശൻ മാമ നിങ്ങളും പറയണം. രണ്ടും രണ്ട് കേസാ. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് വേറെ, ശബരിമല കേസ് വേറെ. എപ്പോഴും മുൻഗണന നമ്മൾ ശബരിമല കേസിനെ കൊടുക്കത്തുള്ളൂ. അത് വേറെ കാര്യം. ദൈവത്തിന്റെ കളിയാ. പിടികിട്ടിയോ? അതുകൊണ്ട് മുൻഗണന അതിനാ. പക്ഷെ രണ്ടും കൂടെ നമ്മൾ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. എങ്കിലും ഒരു ചോദ്യം, രാഹുലിന്റെ കേസ് വരുമ്പോൾ രാഹുല് ഇല്ലാത്ത കാര്യമൊന്നും ഉണ്ടാക്കി പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പരിചയമുണ്ടോ? ആ പരിചയമുണ്ട്, അവരെയൊക്കെ എനിക്കറിയാം, ഞങ്ങൾ തമ്മിൽ. പക്ഷെ ഞാനായിട്ടൊന്നിനും പോയിട്ടില്ല. ഇങ്ങോട്ട് വന്നു, ഞാനും പോയി. ഇല്ലെങ്കിൽ ഞാൻ പോയപ്പോ ഇങ്ങോട്ട് വന്നു. അല്ലാതെ ഞാൻ വീട്ടിൽ കയറി വാടി ഇവിടെ ആ പരിപാടിയല്ല. ഇതാ പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ കൂടെ നിൽക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും. എന്നിട്ട് BD മാമൻ എന്താ ആ സമയത്ത് ഒന്നും കേൾക്കണ്ടായിരുന്നോ? ആ സമയത്ത് നീതിന്യായവും റിമാൻഡ് റിപ്പോർട്ടും ഒന്നും നോക്കണ്ടായിരുന്നോ? BD മാമൻ BD വലിക്കാൻ പോയിരിക്കുകയായിരുന്നു ആ സമയത്ത്. അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ബാക്കി കേൾക്കാം നമുക്ക്. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ല, ഞാൻ നിരപരാധിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരാളെ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്ത്രി നിരപരാധിയാണെന്നിപ്പോ പറയുന്നില്ലല്ലേ. പക്ഷെ തന്ത്രിക്ക് വേണ്ടി ഘോര പ്രസംഗിക്കാം. കൂടെ നിന്നവന് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ വയ്യായിരുന്നു അല്ലേ? പിന്നെ ഒരു കാര്യം പറയുന്നല്ലോ, തന്ത്രി ഇറക്കി അങ്ങ് പൂട്ടി അകത്ത് കയറ്റിയത് പിണ്ണുമാമന് രക്ഷപ്പെടാനാണെന്ന്. പിണ്ണുമാമൻ പല കളിയും കളിക്കും, നമുക്ക് ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നേ, രായാവ് എന്തും ചെയ്യും. പക്ഷേ VD മാമനൊരു കാര്യം മനസ്സിലാക്കണം, തന്ത്രിയെ മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇനിയിപ്പം മിക്കവാറും അധികം വൈകാതെ ഇലക്ഷൻ അടിക്കട്ടെ, അടുത്ത പെണ്ണും ഇറങ്ങും, അടുത്ത പരാതിക്കാരിയും വരും. മനസ്സിലായോ? എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും വരും. ഇല്ലെങ്കിൽ ഇറക്കും. ആരിറക്കും? നിങ്ങൾ വല്ലതും ആണോ ഇനി ഇറക്കുന്നേ? അല്ലല്ലോ അല്ലേ? സംശയിക്കണ്ടല്ലോ അല്ലേ? രാജാവായിരിക്കുമല്ലോ അല്ലേ? വരും. രാഹുലിന്റെ കേസ് ഇത് ജനങ്ങളെല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് VD സതീശൻ മാമ. അതായത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരുത്തന്റെ പേരിൽ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ അപ്പം രാഹുലിന്റെ അടുത്ത പരാതിക്കാരി എത്തിയിരിക്കും. അതിനൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പൊ ഈ തന്ത്രിയും ശബരിമല കേസും ഇറങ്ങിയിരിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോ പോയിന്റിലും താഴെ അങ്ങോട്ട് എഴുതിയിടണേ കമന്റ് ബോക്സിൽ. മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ട അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്തേക്കുക. കുറച്ചും കൂടെ നമുക്ക് VD മാമൻ്റെ കേൾക്കാം. ഒരുപാടൊന്നും കേൾക്കണ്ട. വെറുപ്പ് VD മാമ സുന്ദര കുറച്ചുകൂടെ കേൾക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം? എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഏത് ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്? ഏത് സെക്ഷനാണ് അദ്ദേഹത്തിനെതിരായി അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അതെന്നെ കോടതി പറഞ്ഞത് ഒരു അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന, തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട്
ഈ അന്വേഷിക്കുന്ന കേസ് സൂപ്പർവിഷൻ ഡിവിഷൻ ബെഞ്ചിൻ്റെയാണ്. ആ ഡിവിഷൻ ബെഞ്ച് ഗൗരവതരമായി എന്തുകൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് അന്വേഷിക്കണം. SIT പൊതുസമൂഹത്തോട് പറയണം. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ശബരിമല സ്വർണ്ണക്കേസ് പോകുന്നത് ഒരു തെളിവുമില്ലാതെ മുഴുവൻ പ്രതികളും പുറത്തിറങ്ങി, മനസ്സിലായല്ലേ, എല്ലാ തെളിവും കൂടി നശിപ്പിച്ച് ഒന്നുമില്ലാതെ അവസാനിക്കും. സതീശൻ ചേട്ടാ, ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എങ്ങും എത്താൻ പോണില്ല. ഇല്ലെങ്കിൽ ഈ ഭരണമൊക്കെ മാറി വന്നിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പൊക്കും. അല്ലാതെ ഇവിടെ ഇപ്പോൾ ഈ അടുത്തായിട്ട് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല. ഭഗവാന്റെ മുതൽ കൊണ്ടുപോയത് ആരാണെന്ന് ഇവിടെ തെളിയിക്കാൻ സമ്മതിക്കില്ല. എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇനി ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായ രണ്ടാമത്തെ കാര്യം, ആ ചേച്ചിയുടെ 5 വർഷം ആ പാവം അതിൻ്റെ വയറ്റിൽ, അതിൻ്റെ എക്സ്റേ ഒക്കെ വേണമെങ്കിൽ ഞാനിവിടെ കാണിക്കുന്നില്ല, ഞാൻ തമ്മിലിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. ആ എക്സ്റേയിലൊക്കെ നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു സിസർ തന്നെ, വലിയൊരു കത്രിക തന്നെ. എന്നിട്ട് ആ സർജറി ചെയ്ത ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഹെഡൊക്കെ അവർ വന്നിട്ട് അവരുടെ വർത്താനം, എൻ്റെ ദൈവമേ, അവരെ റോട്ടിൽ കണ്ടാൽ മിക്കവാറും ജനങ്ങൾ കല്ലുവലിച്ചെറിയും. അവരുടെ അടുക്കലേക്ക് ഇനി ആരെങ്കിലും പോവോ? ആ ഡോക്ടറിൻ്റെ അടുക്ക് ഏതെങ്കിലും ഒരു രോഗി ഇനി പോവും. അവരെ കണ്ടു കഴിഞ്ഞാൽ വാലും പൊക്കി ഓടും. അവർ പറയുന്ന വർത്താനം വളരെ ഈസി പീസി ആയിട്ട് അവർ പറയുന്നത്. ഒന്നുമില്ല, അതൊക്കെ അകത്തിരുന്നാലൊന്നും സംഭവിക്കത്തില്ല. അവർക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട്, അതിൻ്റെ വയറുവേദനയൊക്കെ. ഇപ്പോൾ എങ്ങനെ പറ്റുന്നു? എന്നിട്ട് സിസ്റ്റത്തെ കുറ്റം പറയുക. സിസ്റ്റം പ്രശ്നം അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ ഭാഗത്തെ തെറ്റിനെ അവർ മറച്ചു വെക്കാൻ ശ്രമിക്കുക. മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ അവർ സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ടത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ തെറ്റുകൾ അവർ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണെന്ന്. എന്താണെങ്കിലും അതിലേക്ക് പോകുന്നതിന് മുന്നേ അവർ പറയുന്നത് നിങ്ങളെ കേൾപ്പിക്കാം. അതിനു മുമ്പ് KSU പ്രവർത്തകർ, കോൺഗ്രസ്സുകാർ അങ്ങനെ പറയാം, ഇന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരു പ്രകടനം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് പോലീസുകാർ വന്ന് ഈ പ്രതിഷേധിക്കുന്നവരെ പിടിച്ചോണ്ട് അങ്ങ് പോവുക. അവരവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവർ പ്രതിഷേധിക്കണ്ടേ? ഈ നാട്ടിൽ പ്രതിഷേധിക്കാൻ പറ്റില്ലേ? പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അപ്പം പിടുമാമന്റെ പോലീസുകാർ വന്ന് അങ്ങ് പൊക്കിക്കൊണ്ട് പോവുക. കൂടുതൽ ചോദ്യവും പറച്ചിലൊന്നും ഇല്ല. ജനങ്ങൾക്ക് ഇവിടെ പ്രതിഷേധിക്കാൻ ഒരു റൈറ്റും ഇല്ലേ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേറെ എന്തെങ്കിലും കേസ് കൂട്ടി നമ്മളെ എടുത്താകത്തരും. എന്നാൽ പാർട്ടിക്കാർ നേരെ റോട്ടിലോട്ട് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നം. സാധാരണക്കാർ എന്ന് കഴിഞ്ഞാൽ തൂക്കി എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കേസ് അടിച്ച് തലേ കൊടുക്കും. എന്ത് കഷ്ടമായത്! ഇവനൊക്കെ എന്ത് ചെയ്താലും നമ്മൾ അനുഭവിച്ചിങ്ങനെ കിടന്നോണോ? ഇത് എങ്ങോട്ടായി പോണത്? ഒരു വനിതാ പ്രവർത്തക അവര് പോലീസ് ജീപ്പ് തടയുന്നുണ്ട്. അവർ കുറച്ച് വിഷ്വൽസ് ഉണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ആ ഡോക്ടർ പറയുന്നത്, അതെനിക്ക് കുറച്ച് പോയിന്റ്സ് എടുത്ത് കുത്താനുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളോട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ഇത് അതിന് മുമ്പ് നമുക്കൊന്ന് കാണാം. അവർ ന്യായത്തിന് വേണ്ടി സമരം ചെയ്തു, അല്ലാതെ വേറൊന്നുമല്ല. തെറ്റിനൊന്നും വേണ്ടിയല്ല സമരം ചെയ്തത്. സ്ഥലം കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവരെ. സ്ഥലം കൊണ്ടുപോകാൻ പറ്റില്ല. സാർ എത്ര നേരം എങ്ങനെ പോയാലും ഞാൻ വരും. സാർ ഇത് എത്ര നേരം എങ്ങോട്ട് വരെ പോകും, അവിടെ വരെ ഞാൻ വരും. അവരെന്ത് തെറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോകുന്നത്? തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ കൊണ്ടുപോകാനില്ലല്ലോ. ഈ സിസ്റ്റം ഇത്ര തകരാറായിട്ടും കൊണ്ടുപോകാനില്ലല്ലോ അവരെ. സാർ എന്തിന്റെ പേരിൽ ഇവരെ കൊണ്ടുപോകുന്നത്? ഇവരെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലോ കൊണ്ടുപോകുന്നത്? ഇവരെന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലോ ഇവരെ കൊണ്ടുപോകുന്നത്? ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിലോ? എന്തിന്റെ പേരിൽ ഇവരെ കൊണ്ടുപോകുന്നത്? മതി, ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് മടുപ്പായി പോവും. അവർ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ചോദ്യമല്ലേ? എന്തിനാ അവരെ കൊണ്ടുപോകുന്നത്? പ്രതിഷേധിച്ചവരെ ഇവർ തന്നെ പറയുന്നുണ്ട്. ഇത് ഒരു വലിയ വീഡിയോ ആണ്. ഇതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്തോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഉപദ്രവം, അവിടെ വരുന്ന രോഗികൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ, ഞങ്ങൾ എന്തെങ്കിലും തല്ല് തകർത്തോ? ഒന്നും ചെയ്യുന്നില്ല. പ്രതിഷേധിക്കുന്നതേ ഉള്ളൂ. പ്രതിഷേധിക്കാൻ പറ്റത്തില്ല ഇവിടെ. പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ ഉടനെ തൂക്കിയെടുത്തോണ്ട് അങ്ങ് പോവുക. പ്രതിഷേധിക്കുന്നവരെ തൂക്കിയെടുത്തോണ്ട് പോകാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സാധനം, അകത്തുനിന്ന് വരുന്ന ആ ഒരു പൊട്ടല്, അത് സത്യം പറഞ്ഞാൽ ആ സ്ത്രീ 5 വർഷം അവർ അനുഭവിച്ചു. അവരുടെ വയറ്റിൽ ഇങ്ങനൊരു സാധനം വെച്ചിട്ട്, അത് വെച്ച ഡോക്ടർ അവർ പറയുന്നുണ്ട്, ഇന്ന ഡോക്ടറാണെന്ന് പോലും പറഞ്ഞിട്ട് അവരെ ഒന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നോളം വരെ അങ്ങനെയുള്ള ഒരു പരിപാടി നടന്നിട്ടില്ല. മന്ത്രി വീണ ജോർജ്, അയ്യോ, അതിൻ്റെ അപ്പുറം സഖാവേ,
എന്ത് പ്രശ്നം ആരോഗ്യപരമായി ബന്ധപ്പെട്ട് എന്ത് ഡോക്ടേഴ്സുമായി കണക്ട് ചെയ്ത് ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട് എന്തൊരു പ്രശ്നം വന്നാലും ചേച്ചി ചാടി വന്നിട്ട് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ തക്കതായിട്ടുള്ള കഠിനമായിട്ടുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നതായിരിക്കും, അന്വേഷണം നടക്കട്ടെ, അന്വേഷിച്ച് കഴിഞ്ഞാൽ ഉടനെ ശക്തമായിട്ടുള്ള തീരുമാനം ഞാൻ എടുക്കും, എല്ലാത്തിനും തീർത്തുകളയും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് ഒരു മാങ്ങാണ്ടി ചെയ്ത് കണ്ടിട്ടില്ല ഒന്നും. എന്തോരം പേരുടെ ജീവൻ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അനാസ്ഥ കാരണം. ആ ജീവനുകൾ ഇല്ലാതാവാൻ കാരണക്കാരായ ഒരാളെങ്കിലും ഇവിടെ ശിക്ഷിക്കപ്പെട്ടോ? എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ദിവസത്തേക്ക് ഇപ്പം ഈ ഒരു വാർത്തയാണെങ്കിലും ശരി 1-2 ദിവസത്തേക്ക് ഇങ്ങനെ ചാനൽ ആഘോഷിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. അവരൊക്കെ എവിടെ പോകുന്നെന്ന് പോലും നമുക്കറിയത്തില്ല. ആ ചേച്ചിയൊക്കെ ഇനിയും എന്താവും അവരുടെ അവസ്ഥ? എന്താണെങ്കിലും ഇനിയൊരു ഹെഡ് ഈ സർജറി ചെയ്ത ഒരു മൂത്താശാരി അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ, ഇത് നിങ്ങളൊന്ന് കേട്ടോണം. ശസ്ത്രക്രിയ നടത്തി ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങിയെന്നുള്ള ആരോപണം നേരിടുന്ന ഡോക്ടർ ഇപ്പോൾ സംസാരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക്. അത് കത്രിയല്ല, മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്, വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. കത്രിയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. അപ്പോൾ അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യമേ ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണിയിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പോൾ ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാണ് വന്നതെന്ന് എന്താ ഓർമ്മ? ഇല്ല, കാണത്തില്ല. ബാക്കി കേൾപ്പിക്കാമേ. ആ പാവം രോഗിയുടെ തലയ്ക്ക് വെച്ച് കൊടുക്കുക, ഈ ഓപ്പറേഷനിൽ വന്നതാണെന്ന് എന്താ ഉറപ്പെന്ന്. ഇതിന് മുമ്പ് അവർക്ക് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്, അപ്പോഴെങ്ങാനും വെച്ച് പോയതാണെങ്കിലോ ഒന്ന് അപ്പോൾ വെച്ച് പോയതാണെങ്കിൽ ഇവർ രണ്ടാമത് സർജറി ചെയ്യുമ്പോൾ ഇവർ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ല, അങ്ങനെ കാണാൻ പറ്റത്തില്ല എന്നാണ് ഈ ലേഡി പറയുന്നത്. പക്ഷെ എന്താണെങ്കിലും പിന്നെ ഒരു സർജറി ചെയ്യുമ്പോൾ ആ സർജറി ചെയ്യുമ്പോൾ എന്താണെങ്കിലും ആ ഒരു വയറിൻ്റെ ഭാഗത്ത് ഒരു സ്കാനോ എക്സ്റേ എന്തെങ്കിലും എടുക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവർക്ക് അറിയാമായിരുന്നല്ലോ. അപ്പോൾ അവർ ആ പറയുന്ന ന്യായം എടുത്തങ്ങ് ദൂരത്തേക്ക് കളയുക. പിന്നെ തുടക്കത്തിൽ അവർ പറഞ്ഞൊരു കാര്യം, ചെറിയ എന്തോ ഒരു സാധനം ഉള്ളെന്ന്, ചെറുത്. എക്സ്റേ നല്ല വെണ്ടയ്ക്ക രീതിയിൽ എല്ലാ ചാനലുകാരും കാണിക്കുന്നുണ്ട്, വലിയൊരു സിസർ അവരുടെ വയറ്റിലിരിക്കുന്നു. എന്നിട്ട് പറയുക ചെറിയ എന്തോ സാധനമാണ്. സ്ത്രീയെ, നിങ്ങൾക്ക് മകളോ കൊച്ചുമക്കളോ ഒക്കെ ഉള്ളവരല്ലേ, നിങ്ങളുടെ മകളുടെയോ നിങ്ങളുടെ കൊച്ചുമക്കളുടെയോ വയറ്റിലാണ് ഈ കുന്ത്രാണ്ടം ഇരിക്കുന്നതെങ്കിൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ സ്ത്രീയെ? ആരും പോകരുതേ. ഈ സ്ഥാനത്തിന്റെ മോന്തായ ഓർത്തു വെച്ചോ. ഇവരുടെ ഒന്നും അടുത്ത് ഇവർ പിന്നെ റിട്ടയർ ആയെന്നാ തോന്നുന്നത്. ഇവർ റിട്ടയർ ആയി, ഭാഗ്യം. ഇല്ലെങ്കിൽ ഇനി എത്ര എണ്ണത്തിനെ അവർ തീർത്താനെ? ബാക്കി കാണാം. അതെനിക്ക് അറിഞ്ഞൂടാ, ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇല്ല. അതിലെ ഒരു കാര്യം വെച്ചാൽ പക്ഷേ 20 വർഷം മുമ്പോ അല്ല 30 അനങ്ങാതിരിക്കുക. ഇത് പാക്കും ഇരിക്കാം, ഇതും ഇരിക്കാം. പിന്നെ വേറൊന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖത്തിന് അതിൻ്റെ വേദനയായിരുന്നു. അല്ല, ഞാനല്ല ചെയ്തത്. അല്ല എന്ന് 100% എനിക്കറിയാം. ഞാനല്ല, അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. അന്ന് കോവിഡായിരുന്നു. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിൻ്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അന്ന് ഒന്നാമത് പ്രത്യേകിച്ച് കോവിഡ് ആയിരുന്നുകൊണ്ടാണ് കോവിഡിലായിരുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവൻ. കോവിഡ് ഗർഭിണികൾ പ്രൈവറ്റ് ആശുപത്രിക്കാരൊന്നും എടുക്കുന്നില്ല, എല്ലാം ഞങ്ങളല്ലേ. എന്തോരം കോവിഡ് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ഒത്തിരി നമ്മളന്ന് ഫുൾ അതിലായിരുന്നു. അപ്പം നമ്മൾ ഈ ബാക്കി ഇലക്റ്റീവ് സർജറിയൊക്കെ ഒരുപാട് കുറച്ചായിരുന്നു. പക്ഷെ ഇത് 3.5 കിലോ ഉള്ളതും ക്യാൻസർ ആണോ എന്ന് സംശയമുള്ളതുമായ ഒരു ട്യൂമർ ആയിരുന്നുകൊണ്ടാണ് 10-ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 12-ാം തീയതി ചെയ്ത് 15-ന്, അത് ഇന്നലെ അവർ TV പറഞ്ഞതാണ്, 15-ന് വിട്ടു. എനിക്ക് ഓർമ്മയില്ല, 3 ദിവസം കൊണ്ട് അവരെ വിട്ടു എന്ന് അവർ പറഞ്ഞു ഇന്നലെ. അപ്പോൾ അത്രയും സിൻസിയറായിട്ടും കാര്യമായിട്ടും അവർ അന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ മതി, ഞാൻ കൂടുതൽ ഇനി കേൾപ്പിക്കുന്നില്ല. ഇവരുടെ വേറെ കുറെ ഡയലോഗൊക്കെ ഉണ്ട്, ഈ അതൊക്കെ ചെറുതല്ലേ, വേണ്ട, ഞാൻ അതൊന്നും പറയുന്നില്ല. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, ഇൻസ്റ്റയിലൊക്കെ അത് കിടന്ന് കത്തുന്നുണ്ട്. പക്ഷെ ഇവരിപ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിട്ട്, അത് അത്ര അർജന്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അഡ്മിറ്റ് ചെയ്തു, മറ്റന്ന് സർജറി ചെയ്തു, അത് കഴിഞ്ഞ് അവരെ അങ്ങ് വിട്ടു. ഞങ്ങൾ ഭയങ്കര ഒബീഡിയൻ്റ് ആയിരുന്നു അതിനകത്ത്. പടയെന്നും പറഞ്ഞങ്ങ് ചെയ്തു, പടയെന്നും പറഞ്ഞ് ചെയ്തു. അകത്ത് വേറൊരു സാധനം വെച്ചങ്ങ് കെട്ടിത്തുന്നി അങ്ങ് വിട്ടു.
എന്നിട്ട് പിന്നെ നിന്ന് കഥ പറയുക. ഇവരല്ല ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട്. അവർ ആ സമയത്ത് ചെയ്യുന്നില്ലായിരുന്നു സർജറീസ്, ഇവർ ചീഫായിരുന്നു. പക്ഷേ ഇവർ കണ്ടിട്ടുണ്ടെന്തായാലും ആ ലേഡിയെ. പിന്നെ ചെയ്തൊരു ഡോക്ടറുണ്ട്, ഫറീദയോ, അവരുടെ പോട്ടെ, അവരാണ് പറയുന്നത് നേഴ്സിന്റെ തെറ്റാണ്, എൻ്റെ തെറ്റൊന്നും അല്ല. അകത്ത് വെച്ചാൽ നേഴ്സ് ആയിരിക്കത്തില്ലല്ലോ. നേഴ്സ് ചിലപ്പോൾ കൗണ്ട് ചെയ്തപ്പോൾ അവരുടെ മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, അവരുടെ കയ്യിലും തെറ്റുണ്ട്. ഈ അകത്ത് ഈ സാധനം വെച്ചത് ആരായിരിക്കും? ഡോക്ടറല്ലേ? എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്നു? എങ്ങനെ? സർക്കാർ ആശുപത്രികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇവിടുത്തെ പ്രൈവറ്റ് ആശുപത്രിയുടെ കൊള്ളയിൽ പോയി നമ്മൾ പെടണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ എങ്ങനെ പോകും ഇനി ഇങ്ങനെയൊക്കെ പേടിച്ചിട്ട്? അതാണ് എൻ്റെ ഒരു സംശയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ, ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നവരായിരിക്കില്ലേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് മൊത്തം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.